പൊന്നുളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നുളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പീലാത്തോസ് മുദ്ര ചെയ്ത കല്ലറ തുറന്ന് യഹൂദർ കാവൽ നിർത്തിയ പട്ടാളത്തെ വകഞ്ഞു മാറ്റി അജയ്യനായി ഉദ്ധാനം ചെയ്ത ഈശോനാഥൻ ഈ തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കുന്നു. തിരുവോസ്തി രൂപനായ ഈശോയുടെ മുമ്പിലായിരിക്കുന്നു. ഈ നിമിഷം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി കണ്ണുകളെ ഉയർത്തി അവിടത്തെ നോക്കാം. വചനം പറയുന്നു, അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി. ദിവ്യകാരുണ്യ ഈശോ നമ്മെ അലിവോട് നോക്കിക്കാണുന്നു. താൻ കുരിശിൽ പീഡകളേറ്റു രക്ഷിച്ച പൊന്നോമനയാണെന്ന കരുതലോടെ നമ്മെ നോക്കുന്നു. മുറിപ്പാടുകൾ കാട്ടിത്തന്ന നമ്മോട് അവിടുന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷമാണിത്. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്നരുളി ചെയ്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് നമ്മെ സ്വർഗസ്ഥനായ പിതാവിനോട് അനുരഞ്ജിപ്പിച്ചു. ആ നല്ല പിതാവിൻ്റെ സ്നേഹം നമ്മളും അനുഭവിക്കുവാനായി മൂന്നാണികളിൽ ബലിയായവൻ, ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനും ജീവന്റെ അപ്പമായി മാറിയ ഈശോ, ആ കരുണാമയനായ ഈശോയെ നോക്കി നമുക്ക് പറയാം, ഈശോയെ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രിയമുള്ളവരെ, ഈ നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജിതനായ ഈശോയെ മനസ്സിൽ ധ്യാനിക്കാം. മരണത്തെ തോൽപ്പിച്ച് മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളിതാ ആയിരിക്കുന്നു. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്ത നാഥ, അപ്പത്തിന്റെ രൂപത്തിൽ ഇതാ അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ ജീവനോടെ ഇരിക്കുന്നു. അങ്ങയുടെ ഉദ്ധാനത്തിന്റെ പ്രകാശത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ഇരുളിനെ നീക്കണമേ. ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന നിമിഷമാണിത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ 1-ാം ദിവസം വൈകുന്നേരം ശിഷ്യന്മാർ കൂടിയിരുന്ന സ്ഥലത്തിന്റെ വാതിലുകൾ യഹൂദരെ ഭയന്ന് അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യ നിന്നു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞുകൊണ്ടവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പ്രിയമുള്ളവരെ, ഭയപ്പെട്ട വാതിലുകൾ അടച്ചിരുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്ക് കടന്നു വന്ന ഈശോ ആദ്യം നൽകിയത് സമാധാനമാണ്. നിങ്ങൾക്ക് സമാധാനം എന്ന വാഗ്ദാനം
ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിലും രോഗപീഠകളിലും നാം ഭയപ്പെടുമ്പോൾ ദിവ്യകാരുടെ നാഥൻ നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അല്പസമയം നമ്മുടെ വ്യക്തിപരമായ സങ്കടങ്ങളും ഭയങ്ങളും ദിവ്യകാരുടെ ഈശോയുടെ മുന്നിൽ അർപ്പിക്കാം. നമ്മുടെ നിലവിളികൾ കേൾക്കാൻ ദിവ്യമായ കാതുകൾ ഈ സ്വർഗീയ അപ്പത്തിനുണ്ട്. ഭാരം വഹിക്കുന്നവരെ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്യുന്ന അധരങ്ങൾ അപ്പത്തിനുണ്ട് എന്ന ബോധ്യത്തോടെ തകർന്ന ഹൃദയങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ തിരിച്ചടികൾ മൂലവും പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ മൂലവും കല്ലറയ്ക്ക് സമാനമായ നിരാശയിൽ കഴിയുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന അവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ച നാഥ, തകർന്ന ഹൃദയത്തോടെ കഴിയുന്നവരിലേക്ക് അങ്ങ് കടന്നു ചെന്ന് അവർക്ക് പുതിയൊരു ജീവൻ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉദ്ധിതനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനത്തിനായി പ്രാർത്ഥിക്കാം. ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ മധ്യ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ച ഉദ്ധിതനായ ഈശോയെ, യുദ്ധങ്ങളും കലഹങ്ങളും കൊണ്ട് അശാന്തമായ ഈ ലോകത്തിലേക്ക് അങ്ങയുടെ സ്വർഗീയ സമാധാനം ഈ നിമിഷം വർഷിക്കണമേ. അധികാരികളുടെ ഹൃദയങ്ങളിൽ വിവേകവും സ്നേഹവും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉദ്ധിതനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികൾക്കും ആലംബകീനർക്കുമായി പ്രാർത്ഥിക്കാം. അങ്ങയുടെ ഉദ്ധിത ശരീരത്തിലെ മുറിപ്പാടുകളിലൂടെ ഞങ്ങളെ സുഖപ്പെടുത്തിയ നാഥ, വിട്ടുമാറാത്ത രോഗങ്ങളാലും മാനസിക വിഷമങ്ങളാലും കഷ്ടപ്പെടുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുമുറിവുകളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഉദ്ധാനത്തിന്റെ ചൈതന്യം അവരുടെ ശരീരത്തിലും ആത്മാവിലും സൗഖ്യം പകരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉദ്ധിതനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യുവജനങ്ങൾക്കും കുട്ടികൾക്കുമായി പ്രാർത്ഥിക്കാം. നാളെയുടെ പ്രത്യാശയായ യുവജനങ്ങൾ വഴിതെറ്റിപ്പോകാതെ ഉദ്ധിതനായ ക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിക്കാൻ അവരെ സഹായിക്കണമേ. ലൗകിക മോഹങ്ങളുടെ ഇരുളിൽ പെട്ടുപോകാതെ സത്യത്തിന്റെ വെളിച്ചം തേടാൻ അവർക്ക് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ഉദ്ധിതനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നിമിഷം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലുള്ള രഹസ്യമായ വേദനകളും ആഗ്രഹങ്ങളും ഈശോയെ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയുടെ തിരുഹിത പ്രകാരം ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടറിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ഉദ്ധിതനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ ഉദ്ധാനത്തിന്റെ പ്രകാശത്താൽ ഞങ്ങളെ വഴി നടത്തണമേ.